സോഹോ സിയാറത്തിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽ ദേവൻ കുമാർ. ഈ ഒരു സെക്ഷനിലൂടെ സോഹോ സിയാറത്തിൽ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ഇമെയിൽ അയക്കാം, അയച്ചതിന് ശേഷം അതിന്റെ ആക്ടിവിറ്റീസും സ്റ്റാറ്റസും നമുക്ക് എങ്ങനെ സോഹോ സിയാറത്തിൽ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഞാൻ ഇവിടുന്ന് ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. മെയിൽ അയക്കാനായിട്ട് ഇവിടെ സെൻഡ് ഇമെയിൽ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു സബ്ജക്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ സബ്ജക്റ്റും അതിന് വേണ്ട കുറച്ച് റാൻഡം കണ്ടന്റ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ശേഷം ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ ഇമെയിൽ ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി. അയച്ച ഇമെയിലുകളെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ റിലേറ്റഡ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് ഇവിടുന്ന് നിങ്ങൾക്ക് മെയിൽസ് എല്ലാം ട്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ വരുമ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് മെയിലിൻ്റെ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാം, ടൈം കാണാം, ഏത് സോഴ്സ് ആണെന്നുള്ളത് കാണാം, ആരാണ് അയച്ചിരിക്കുന്നുള്ളത് കാണാം, സ്റ്റാറ്റസ് സെൻഡ് കാണാം. അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം സബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയച്ച മെസ്സേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ശേഷം അടുത്ത വരുമ്പോൾ ഡേറ്റ്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമെയിൽ അയച്ച ഡേറ്റ് ആണ്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത് ഏത് സോഴ്സിലൂടെയാണ് നമ്മൾ അയച്ചത്. ഇൻഡിവിജ്വലി നമ്മൾ അയക്കുമായിരുന്നു, ഒരു ലീഡിന് പ്രത്യേകമായിട്ട് നമ്മൾ അയക്കുമായിരുന്നു അല്ലേ. ഇനി അടുത്തത് സെൻഡ് ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ലീഡ് റെക്കോർഡ് ഓണർ അല്ലെങ്കിൽ ആരാണ് അയച്ചത്, ഞാനാണ് അയച്ചത്, അതുകൊണ്ട് തന്നെ എൻ്റെ സോഹോ സിയാറത്തിലെ യൂസർ നെയിം ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇനി അടുത്ത സ്റ്റാറ്റസ്, നമ്മൾ അയച്ചത് കൊണ്ട് കറണ്ട് സ്റ്റാറ്റസ് സെൻഡ് എന്നുള്ളതാണ്. ഇനി സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ പോയി, ഓക്കെ, എൻ്റെ ഇൻബോക്സിൽ പോയിട്ട് ജസ്റ്റ് ആ മെസ്സേജിനെ റീഡ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്ന കാണിച്ചു തരാം. സോ നമുക്ക് ആ മെയിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് എങ്ങോട്ടേക്ക്, സോഹോ സിയാറത്തിലേക്ക് പോകാം. ഞാൻ ഇനി ജസ്റ്റ് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. സ്റ്റാറ്റസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇമെയിൽസിൻ്റെ സെക്ഷനിലേക്ക് പോവുക. ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം സ്റ്റാറ്റസ് ഓപ്പൺഡ് ആയിട്ടുണ്ട് അല്ലേ. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു മെയിൽ അയക്കുന്നതും അതിനുശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതും ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.